2025-26 വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് വന്നതിന് ശേഷം കേരളത്തിൽ വ്യാപകമായ രീതിയിലുള്ള പ്രചാരണം കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു. LDFും UDFും വലിയ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളും വസ്തുതകൾ പരിശോധിക്കാതെ ആ പ്രചാരണത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. കണക്കുകൾക്ക് കള്ളം പറയാനാവില്ല. വ്യാഖ്യാനങ്ങൾ എന്തായാലും ഈ NDA സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം ഇവിടെ ഭരിച്ചത് UPA ഗവൺമെന്റാണ്. ഇപ്പോഴത്തെ ഇന്ത്യ അതിൽ 5 കൊല്ലം CPM ഉണ്ടായിരുന്നു. ആ 10 വർഷം കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെടും. 10 വർഷം 2004 മുതൽ 13 അവസാനം വരെ കേന്ദ്രം കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് 46,000 കോടി രൂപയാണ്. അതിൽ ധനകാര്യ കമ്മീഷന്റെ ടാക്സ് ഷെയർ ഉണ്ട്, അതുപോലെ മറ്റ് ഗ്രാന്റുകളുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളുണ്ട്. 2014 മുതൽ 24 വരെ ഈ ഇനത്തിൽ മാത്രം മോദി സർക്കാർ കേരളത്തിന് നൽകിയത് 1,57,000 കോടി രൂപയാണ്. ഇന്ന് ഒരു പ്രധാന പത്രം, സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ള ഒരു പത്രം, അതിന്റെ 1ാമത്തെ പേജിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. ആ പത്രം പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്. പത്ത് വർഷം UPA ഗവൺമെന്റ് റെയിൽവേ ബജറ്റിൽ തുടർച്ചയായ 10 വർഷത്തെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ, നിങ്ങൾക്കും പരിശോധിക്കാം, ആവറേജ് 370 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിൽ റെയിൽവേക്ക് നൽകിയത്. ഈ വർഷം 3,410 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. മനോരമ പത്രം വർധനവ് 51 കോടി മാത്രമേ ഉള്ളൂ എന്നാണ്, കമ്പയറിംഗ് ടു ലാസ്റ്റ് ഇയർ. അതായത് ഇത്ര തന്നെ തുക, 51 കോടി രൂപ കുറച്ച് 3,470 കോടിയിൽ 51 കോടി രൂപ, അത്ര തന്നെ തുക കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. 371 കോടി രൂപ ആവറേജ് 10 വർഷം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന റെയിൽവേയുടെ കാര്യത്തിൽ 3,400 കോടി പ്രതിവർഷം ഇപ്പൊ കിട്ടുന്നു. സർ, ഇവിടുത്തെ മന്ത്രിമാരും മാധ്യമ സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരും എല്ലാം തീവണ്ടിയിൽ യാത്ര ചെയ്യാത്തവരാരുമില്ലല്ലോ. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും നവീകരണത്തിനായി ഓൺഗോയിങ് പ്രോജക്റ്റ് 2,610 കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പത്രം CPMന്റെയും കോൺഗ്രസിന്റെയും പ്രചാരണം ഏറ്റുപിടിച്ചുകൊണ്ട് നിരാശാ വണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാര്യത്തിലാണ്? അങ്കമാലി പമ്പ, നമ്മുടെ ചെങ്ങന്നൂർ ഈ ശബരി റെയിലിനെ സംബന്ധിച്ച്. ശബരി റെയിൽ പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ മുടങ്ങി എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെ കുറ്റം കൊണ്ടല്ല ശബരി റെയിൽ പാത മുടങ്ങിയിരിക്കുന്നു. MOU സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറാവുന്നില്ല. കേരളം 50-50 ചെലവ് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യം കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്.
അതിനുശേഷം ഒരു ത്രികക്ഷി MOU എഗ്രിമെന്റ് സംസ്ഥാന ഗവൺമെന്റ്, റെയിൽവേ മന്ത്രാലയം, RBI. ഈ അടുത്ത കാലത്ത് ഗതിശക്തി, റെയിൽ ഗതിശക്തിയുടെ ഭാഗമായിട്ട് നടപ്പാക്കിയിട്ടുള്ള എല്ലാ വലിയ പദ്ധതികളും ഈ രീതിയിലാണ്. കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് ഉള്ള മറുപടി ഇതിനകത്തുണ്ട്. നിങ്ങൾ സംശയമുള്ളവരത് പരിശോധിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥന. കേരളത്തിലെ എല്ലാ നടപ്പ് റെയിൽ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം പണം നീക്കിവെച്ചിട്ടുണ്ട്, പ്രവർത്തനാനുമതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാത ഇരട്ടിപ്പിച്ചതിന്റെ കണക്ക് ഞാൻ പറയാം. 10 വർഷം മുമ്പുള്ള കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വൈദ്യുതീകരിക്കപ്പെട്ട പാതയുടെ കണക്ക് ഞാൻ പറയാം. നിങ്ങൾ എഴുതണമെന്ന് എനിക്ക് നിർബന്ധമല്ല, പക്ഷേ അറിയണല്ലോ ആൾക്കാർ. ഇത്രയും ചടുലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിന്റെ റെയിൽവേയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. 200 പുതിയ വന്ദേ ഭാരത് വരുന്നു. കേരളത്തെ അവഗണിക്കുന്നു പറയാൻ പറ്റുമോ? ആദ്യം വന്ദേ ഭാരത് അനുഭവിച്ച കൂട്ടത്തിൽ സ്റ്റേറ്റാണ് കേരളം. ഇപ്പോൾ 20 കോച്ചായിട്ട് വർദ്ധിപ്പിച്ചു. കേരളത്തോട് ഒരു അവഗണനയും കേന്ദ്രം കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രം നൽകിയിട്ടുണ്ട് മോദി സർക്കാർ വന്നതിന് ശേഷം. ഇനി ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഞാൻ സംശയം തീർത്തു തരാം എന്തിനൊക്കെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ LDF-ന്റെയും UDF, നിങ്ങളെന്ന് പറഞ്ഞാൽ മീഡിയ അല്ല, LDF-ന്റെയും UDF-ന്റെയും പ്രചാരണത്തിന് ബജറ്റ് വരുമ്പോഴെല്ലാം ഒരു പുതിയ നമ്പർ ഇറക്കും. എയിംസ് പ്രഖ്യാപിച്ചില്ല, പിന്നെ മറ്റ് എന്താ പുതിയ പദ്ധതികളൊന്നും ഒരു കാലത്തും അങ്ങനെയല്ല പ്രഖ്യാപിക്കുന്നത്. 10 വർഷത്തെ അനുഭവം, 11 വർഷം നമുക്കറിയാം ബജറ്റിൽ ഇതൊന്നും പ്രഖ്യാപിക്കാറില്ല. അതിനർത്ഥം ഇതൊന്നും കേരളത്തിന് കിട്ടുന്നില്ല എന്നല്ല. പുതിയ തീവണ്ടികളെ പ്രഖ്യാപിച്ചില്ല എന്നാണ് ഒരു പത്രത്തിലെ വലിയ വാർത്ത. റെയിൽവേ ബജറ്റേ ഇല്ല. പുതിയ തീവണ്ടികൾ പൊതു ബജറ്റിൽ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ എളുപ്പം കബളിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കേന്ദ്രം കൈയച്ച് സഹായിച്ചിട്ടുണ്ട് കേരളത്തെ. ടാക്സ് ഷെയറിന്റെ കാര്യത്തിൽ മാത്രമല്ല, GST-യുടെ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പരിഹരിക്കാനുള്ള ധനസഹായത്തിന്റെ കാര്യത്തിലടക്കം വലിയ തുകയാണ് കേരളത്തിന് കഴിഞ്ഞ 10 വർഷവും കിട്ടിയിട്ടുള്ളത്. റെയിൽവേ മന്ത്രി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 10 വർഷം മുമ്പത്തെ കണക്ക് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, ഇപ്പോൾ അതിന്റെ 10 ഇരട്ടി ആവശ്യമുണ്ടെന്നാണ്. കറക്റ്റാണ്. 371 കോടി രൂപ ആവറേജ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 3400 3700 കോടി കേരളത്തിന് ഇപ്പൊ കിട്ടുന്നു. ഒരു തരത്തിലും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. ഏത് വിഷയത്തിൽ നോക്കിയാലും കേന്ദ്രം കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്ന പ്രചാരവേല കേരളത്തെ അവഗണിച്ചു, കേരളത്തെ അവഗണിച്ചു, കേരളത്തെ അവഗണിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രചാരണ തന്ത്രമാണ് അവർ നടത്തുന്നത്. ഈ ബജറ്റ് ഏറ്റവും നല്ല ബജറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഇത്രയും കാലം എന്തായിരുന്നു ഒന്നാം ബജറ്റ് തലക്കെട്ട്? നികുതിദായകരെ വഞ്ചിച്ചു. ഇത്രയും കാലം ബജറ്റ് വരുമ്പോൾ എല്ലാം ഉള്ള എന്തായിരുന്നു? സാർ, 1 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോൾ. UPA ഭരണകാലത്ത് 2 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കണമായിരുന്നു. നിങ്ങളെല്ലാവരും LDF-ഉം UDF-ഉം വിമർശിച്ചത് ഒരു 10 ലക്ഷം രൂപ വരെയുള്ള നികുതി, ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. 12 ലക്ഷം ആദായ നികുതി വകുപ്പ് പരിധിയാക്കിയപ്പോൾ പുതിയ ന്യായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറയുന്നത് പോലെയാണ്. 12 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കുമ്പോൾ 20 ലാക്സ് കുടുംബങ്ങൾക്ക് കേരളത്തിലും പ്രയോജനമുണ്ട്. 20 ലക്ഷം ടാക്സ് പേയേഴ്സിന്റെ കുടുംബങ്ങൾക്ക് കേരളത്തിൽ പ്രയോജനമുണ്ട്, നേരിട്ട്, അല്ലാതെ വേറെ. ആരും ഒരു നല്ല വാക്ക്, ഒരു മന്ത്രിയും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്. ധനകാര്യമന്ത്രി നേരത്തെ പറഞ്ഞ 20,000 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാനുണ്ടായിരുന്നു. ഇപ്പൊ ആരും അത് പറയുന്നില്ലല്ലോ. കേന്ദ്രത്തിന്
ഒരു കാരണവശാലും കേരളത്തിന്റെ ഒരു ആനുകൂല്യം പിടിച്ചു വെക്കാൻ കഴിയില്ല. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം കൊടുക്കുന്നതാണ്. കേരളത്തിനോട് മാത്രമായിട്ട് ഒരു തരത്തിലുള്ള അവഗണനയും കാണിക്കാൻ കഴിയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. മന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിഹിതങ്ങളൊന്നും. ബഡ്ജറ്റിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഴുവൻ ബജറ്റ് നോട്ടും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു. വലിയ പദ്ധതികളില്ല. ഇതൊരു തെറ്റായ പ്രചാരവേലയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ പ്രചരണമാണ്. കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം. കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ആണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ LDF തയ്യാറാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത് VD സതീശനും സംഘവും എന്തിനാണ് ഈ പ്രചാരവേല ഏറ്റുപിടിക്കുന്നതെന്നാണ്. വയനാടിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. വയനാടിന്റെ കാര്യത്തിൽ LDFും UDFും വ്യാപകമായി പ്രചരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങളിൽ ഒന്നായിട്ട് ഈ ദുരന്തത്തെ മാറ്റിയതിനു ശേഷവും ഈ പ്രചാരണം തുടരുകയാണ്. അതിതീവ്ര ദുരന്ത പട്ടികയിൽപ്പെടുത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആനുകൂല്യങ്ങളെല്ലാം വയനാടിന് കിട്ടും. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഹോംവർക്ക് വേണം. ഹൈക്കോടതിയിൽ മുഖം നഷ്ടപ്പെട്ടു കേരള ഗവൺമെന്റിന്. ഇപ്പോഴും ഈ ആരോപണം അവർ ആവർത്തിക്കുകയാണ്. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരിതത്തിന് ചെലവഴിക്കാൻ എത്ര പണം തന്നിട്ടുണ്ട്? ഹൈക്കോടതി ചോദിച്ചല്ലോ. 896 കോടി രൂപ സംസ്ഥാനത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒരു നയ പൈസ എടുത്ത് ചെലവഴിക്കാത്തത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു. ഉത്തരവുണ്ടായിരുന്നില്ല. വയനാടിനെ അവഗണിച്ചു. പ്രധാനമന്ത്രി വന്നു പോയിട്ടും കൊച്ചിനെടുത്ത് ഉമ്മ കൊടുത്തിട്ടും ഒരു കാശും തന്നില്ല. വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആങ്കർമാരിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത സാധാവം തോന്നും. ഇത്രയും കാശ് കേരളത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ടും പുനരധിവാസത്തിന്റെ ഒരു നടപടിയും അവിടെ ആരംഭിച്ചിട്ടില്ല. ഇപ്പൊ പറയാൻ പറ്റുമോ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞോ? വയനാട് വീട് വെക്കാനുള്ളവരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചോ ഇല്ലയോ? നിങ്ങളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്തവരാണല്ലോ. ദീപക് അവിടെയൊക്കെ ചളിയിൽ വീട് താഴെ പോയതല്ലേ? വാർത്ത എഴുതി അങ്ങനെ മാത്രം വാർത്ത കൊടുത്താൽ പോരാ. ഇപ്പൊ വയനാട് ദുരിതബാധിതരുടെ വീടിനുള്ള സ്ഥലം ഏറ്റെടുത്തോ ഇല്ലയോ? അല്ല, ആര് പറഞ്ഞു പൈസ ഇല്ല? 896 കോടി എന്തിനാണ്? പുഴുങ്ങി തിന്നാനാണ്. പ്രത്യേകമായിട്ട് ഓരോന്നിലാണ് വരുന്നത്. അതിന് ബജറ്റിൽ അങ്ങനെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ ആവശ്യമില്ല. നല്ലാതെ തന്നെ പണം കിട്ടും. കാരണം അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വയനാടിന് കിട്ടും. വയനാടിനെ എങ്ങനെയാണ് അവഗണിക്കാൻ സാധിക്കുന്നത്? ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ നിവാരണത്തിന് അല്ല, അതല്ലേ പറഞ്ഞത് ഹൈക്കോടതി. നിങ്ങൾ ആ വാർത്ത നിങ്ങൾ കൊടുക്കുന്ന ലീഗലായിട്ട് ലേഖകന്മാരൊന്നും ഇല്ലേ? അല്ലല്ലല്ല, ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള തുകയാണ് കേന്ദ്രം സമ്മതിച്ചത്. വയനാടിന് മാത്രമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിന് മാത്രമായിട്ട് അനുവദിച്ച തുകയടക്കമാണ് ഈ പറഞ്ഞത്. വയനാടിന്റെ പുനരധിവാസത്തിന് എത്ര തുക വേണ്ടി വരുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്? പ്രധാനമന്ത്രി വന്നതൊന്നുമല്ല. നിങ്ങൾ 2500 കോടി 3000 കോടി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെ ഒന്ന് നേരത്തെ പരിശോധിച്ച് വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അവിടെ എത്ര അല്ല പറയട്ടെ അല്ല, ഇതിനെല്ലാം ഉത്തരവുണ്ട്. ധൃതി പിടിക്കരുത്. കൊടുക്കില്ല എന്നുള്ളത് വേറെ കാര്യം. വയനാട്ടിൽ എത്ര വീട് നിർമ്മിക്കണം? വയനാട്ടിൽ ഓരോ വീടും നിർമ്മിക്കാൻ എത്ര തുക വരും? വയനാടിന്റെ ടൗൺഷിപ്പിനും വീടിന്റെ പുനർനിർമ്മാണത്തിനുമായിട്ട് എത്ര രൂപ വരും? 1 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവ് വരില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവ് വരില്ല. ഇപ്പൊ കയ്യിലുള്ള പണവും വാഗ്ദാനം ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കേന്ദ്രം തരുന്ന പണവും തന്നാൽ വൈകുന്നേരത്തെ പത്രസമ്മേളനം അല്ലാതെ പിണറായി വിജയന് 1 രൂപയുടെ ചെലവുണ്ടാവില്ല. ഞാൻ പറയാം, യു ടേക്ക് ഇറ്റ് ഫ്രം മൈ മൗത്ത്. അതായത് ഈ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളൂ. വൈകുന്നേരം 6 മണിക്കുള്ള പത്രസമ്മേളനം അല്ലാതെ
ഒരു നയാ കാശിന്റെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടാവില്ല, ഇപ്പോഴും ഇല്ല.